രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി ആര്? കെ.ആർ. നാരായണൻ. ഇന്ത്യയുടെ 50ാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനാകാൻ പോകുന്നത് ആരാണ്? ഡി.വൈ. ചന്ദ്രചൂഡ്. കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല ഏതാണ്? കാസർഗോഡ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാണ്? പ്രീതിലത വഡേദര. ചാന്ദ്രയാൻ 2ന്റെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ലാൻഡറിൻ്റെ പേരെന്ത്? വിക്രം. 2022 മെയ് മാസത്തിൽ 25ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏത്? കുടുംബശ്രീ. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെയുള്ള പാതയായ രാജ്പഥും സെൻട്രൽ വിസ്ത പുൽത്തകിടിയും ഉൾപ്പെട്ട പ്രദേശത്തിൻ്റെ പുതിയ പേരെന്ത്? കർത്തവ്യപഥ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിളിക്കപ്പെടുന്ന ദേശീയ നേതാവ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. മരട് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിൽ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ കെ.എം. പണിക്കരാണ്. എന്നാൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കെ. സച്ചിദാനന്ദൻ. ഇന്ത്യൻ നാവികസേനയുടെ പഴയ പതാകയിൽ നിന്നും ഒഴിവാക്കിയത് എന്താണ്? സെന്റ് ജോർജസ് ക്രോസ്. 2022 ജനുവരിയിൽ പൊട്ടിത്തെറിയെ തുടർന്ന് 3 നാവികർ കൊല്ലപ്പെട്ട ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പൽ ഏത്? INS റൺവീർ. വെച്ചൂർ പശുക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് 2022 പത്മശ്രീ നൽകി രാഷ്ട്രം ആദരിച്ചത് ആരെയാണ്? ഡോക്ടർ ശോശാമ്മ ഐപ്പ്. ലോകത്തെ ഏറ്റവും പുതിയ ജനാധിപത്യ രാജ്യം ഏത്? ബാർബഡോസ്. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ഡിസംബർ 2. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം എന്നാണ്? ഡിസംബർ 2. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇന്ത്യയുടെ ദേശീയ ഗാനമായി തിരഞ്ഞെടുത്ത ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ബംഗാളി ഭാഷയിൽ. മഹാത്മാഗാന്ധിയുടെ അമ്മയുടെ പേരെന്ത്? പുത്ലിഭായ്. കേരളത്തിലെ NH 66 എത്ര വരിയുള്ള പാതയായാണ് വികസിപ്പിക്കുന്നത്? 6 വരിപ്പാത. ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ജനിച്ച മഹാനായ നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരു.
പൂർണ്ണമായും സോളാർ എനർജി ഉപയോഗിച്ച് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ആദ്യ മലയാള സിനിമ ഏത്? ആര്യഭട്ട. ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി നിയമിതനായത് ആരാണ്? അനിൽ ചൗഹാൻ. ബ്രെക്സിറ്റ് യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ബോറിസ് ജോൺസൺ. സിനോജൻ ബയോടെക്നോളജി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആർട്ടിക് ചെന്നായയ്ക്ക് നൽകിയിരിക്കുന്ന പേരെന്ത്? മായ. മണ്ണിര അസ്ഥികൂടം ഇല്ലാത്ത ജന്തുവാണ്. ഈ പ്രസ്താവന ശരിയാണോ? ഉത്തരം ശരിയാണ്. മണ്ണിര അസ്ഥികൂടം ഇല്ലാത്ത ജന്തുവാണ്. ഏതു വർഷമായിരുന്നു ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത്? 1969 ജൂലൈ 21. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? നെൽസൺ മണ്ടേല. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആരാണ്? നീൽ ആംസ്ട്രോങ്. അടുത്തിടെ നാസ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണ്? ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. പോസിറ്റസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? സൂക്ഷിക്കുക. അംഗവൈകല്യത്തിൻ്റെ പരിമിതികളെ മറികടന്ന് വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക രംഗത്ത് സജീവമായിരുന്ന KV റാബിയയെ 2022 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. റാബിയയുടെ ആത്മകഥ PG പഠനത്തിന് പാഠ്യവിഷയമാണ്. ഏതാണ് ആ കൃതി? സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. ജീവിതപാത എന്ന പ്രസിദ്ധമായ ആത്മകഥ ആരുടേതാണ്? ചെറുകാട് ഗോവിന്ദപിഷാരടി. 1721 ഇംഗ്ലീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപം. പോക്കുവെയിലിലെ കുതിരകൾ എന്ന പുസ്തകം എഴുതിയ ചലച്ചിത്ര സംവിധായകൻ ആരാണ്? സത്യൻ അന്തിക്കാട്. G. ശങ്കരക്കുറുപ്പ് ജനിച്ചത് എന്നാണ്? 1901 ജൂൺ 3. ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെ ആത്മകഥയാണ്? G. ശങ്കരക്കുറുപ്പിൻ്റെ. പാട്ടബാക്കി എന്ന നാടകം രചിച്ചത് ആര്? K. ദാമോദരൻ. തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? കേരളം. ആഗോളതാപനം തടയുന്നത് സംബന്ധിച്ചുള്ള പാരീസ് ഉടമ്പടിയിൽ 185 രാജ്യങ്ങൾ ഒപ്പുവെച്ച ദിവസം ഏത്?
2016 ഡിസംബർ 12. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞത് ആര്? സഹോദരൻ അയ്യപ്പൻ.